ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് കെമിസ്ട്രി ഓഫ് ചേഞ്ചസിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ 2 ഭാഗങ്ങളായിട്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ സ്റ്റാൻഡേർഡ് 8 കെമിസ്ട്രി എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ ആ ക്ലാസ് അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് പേജ് നമ്പർ 57 മുതലാണ്. കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ചസ് അത് മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി പാർട്ട് 2 കൂടിയിട്ട് നമ്മുടെ കെമിസ്ട്രിയിൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. ശരി, നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. പ്ലേസ് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ഓൺ എ ടൈൽ ആൻഡ് പോർ ഗ്ലിസറിൻ ഇൻ ദ മിഡിൽ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. ഒരു ടൈലിന് മുകളിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വെക്കുക. അതിന് നടുവിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കുക. നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിൽ ചേരുമ്പോൾ വലിയ രീതിയിൽ പുകഞ്ഞ് തീയോടുകൂടി കത്തുകയാണ് ചെയ്യുക. ഇനി എന്താ അതിന് താഴെ എഴുതിയിരിക്കുന്നത്? ഈസ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിന് ഈ ഒരു റിയാക്ഷന് മുൻപും പിൻപും പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. നോ, ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേഞ്ചസ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ ദ റിയാക്ഷൻ. എന്താണ്? അല്ല, ആ ഒരു റിയാക്ഷന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം പൂർണ്ണമായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ലെറ്റ് അസ് സി, നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ടേക്ക് വാട്ടർ ഇൻ ടു ബീക്കർ ആൻഡ് ആഡ് 2 or 3 ക്രിസ്റ്റൽ ഓഫ് ഫ്രഷ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ടു വൺ ഓഫ് ദം. അതായത് 2 ബീക്കറുകളിൽ വെള്ളം എടുക്കുക. അതിൽ ഒന്നാമത്തെ ബീക്കറിലേക്ക് 2 അല്ലെങ്കിൽ 3 പുതിയ ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടാനാണ് പറയുന്നത്. ആഡ് 2 or 3 ക്രിസ്റ്റൽ ഓഫ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈനഡ് ഇൻ ദ സെക്കൻഡ് ബീക്കർ. റെക്കോർഡ് ദ ഡിഫറൻസ്. അതായത് ഇനി രണ്ടാമത്തെ ബീക്കറിലേക്ക് നമ്മൾ നേരത്തെ കത്തിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഉൽപ്പന്നം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അവശിഷ്ടം ഉണ്ടല്ലോ, അത് ആ ബീക്കറിലേക്ക് ഇടുക. എന്നിട്ട് ഈ 2 ബീക്കറും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്താനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ചേഞ്ചസ് ഇൻ കളർ യു ഹാവ് ഒബ്സർവ്ഡ്? നിങ്ങൾ കണ്ട ആ നിറവ്യത്യാസം എന്താണ്? ദ ഫസ്റ്റ് ബീക്കർ ടേൺസ് പർപ്പിൾ ബട്ട് ദ സെക്കൻഡ് ബീക്കർ ടേൺസ് ഗ്രീൻ ഓർ ബ്രൗൺ. അതായത് ആദ്യത്തെ ബീക്കർ പർപ്പിൾ നിറമാകും, എന്നാൽ രണ്ടാമത്തെ ബീക്കറിൻ്റെ നിറം എന്തായിരിക്കും? പച്ചയോ തവിട്ടോ നിറമായിട്ട് മാറുകയാണ് ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ ദാറ്റ് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോർമഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? യെസ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോർമഡ്. അതെ, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈസ് ദിസ് എ കെമിക്കൽ ചേഞ്ച് ഓർ എ ഫിസിക്കൽ ചേഞ്ച്? അങ്ങനെയെങ്കിൽ ഇതൊരു ഭൗതിക മാറ്റമാണോ അതോ രാസമാറ്റമാണോ? ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് ചോദിക്കണം. ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച് ബിക്കോസ് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോർമഡ്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, കാരണം ഇവിടെ തികച്ചും പുതിയൊരു പദാർത്ഥം ഉണ്ടായില്ലേ. അപ്പോൾ പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏതാണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി നമുക്ക് താഴെ ആ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കാം. ദ സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ നോ ആസ് റിയാക്ടന്റ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഫോർമഡ് ആർ നോ ആസ് പ്രൊഡക്റ്റ്. അതായത് മക്കളെ, ഇവിടെ ഒരു രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്താ പറയുക? റിയാക്റ്റൻ്റ് എന്നാണ് നമ്മൾ പറയുക. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു കെമിക്കൽ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് പുതിയൊരു പദാർത്ഥം നമുക്ക് കിട്ടുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ശരി മക്കളെ, നമുക്കിനി പേജ് നമ്പർ 58 നോക്കാം. തെർമോകെമിക്കൽ റിയാക്ഷൻ, താപരാസ പ്രവർത്തനങ്ങൾ. ടേക്ക് എ പീസ് ഓഫ് മാഗ്നീഷ്യം ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ടു ഇറ്റ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു കഷ്ണം മാഗ്നീഷ്യം എടുക്കുക, അതിലേക്ക് വീര്യമില്ലാത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാനാണ് പറയുന്നത്. അതാണ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശരി, വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് അതിൽ നിന്ന് നിരീക്ഷിക്കുന്നത്? എന്താണ്? ദ മാഗ്നീഷ്യം പീസ് റിയാക്ട് റാപ്പിഡ്ലി ആൻഡ് ഗ്യാസ് ബബിൾസ് ആർ ഫോർമഡ്. എന്താണ്? മാഗ്നീഷ്യം കഷ്ണം വേഗത്തിൽ പ്രവർത്തിക്കുകയും വാതക കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് ഫോർമഡ് ഹിയർ? ഇവിടെ ഉണ്ടായ വാതകത്തെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ബൈ ബ്രിങ്ങിങ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതായത് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്വട്ടത്തിനടുത്ത്, അപ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ ആ ഓപ്പൺ ഭാഗം ഉണ്ടാവില്ലേ, അവിടെ കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇഫ് എ ബേണിംഗ് മാസ്റ്റിക് ഈസ് ബ്രൗട്ട് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ ആ ഒരു വായ്ഭാഗത്ത് കാണിച്ചാൽ ആ വാതകം പോപ്പ് എന്ന് പറഞ്ഞ സൗണ്ട്, അത് ഒരു പൊട്ടുന്ന ചെറിയൊരു ശബ്ദത്തോടെ കത്തുന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ദിസ് ഗ്യാസ്? ഏതാണ് ഈ വാതകം? ഈ വാതകത്തിൻ്റെ പേരെന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അത്, ഹൈഡ്രജൻ വാതകം. വെൻ മാഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ്.
മാഗ്നീഷ്യം വീരമില്ലാത്ത ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? അതായത് ടെസ്റ്റ് ട്യൂബിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് തൊട്ട് നോക്കൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ചോദിക്കുന്നത്. ടെസ്റ്റ് ട്യൂബ് ഫീൽ ഹോട്ട്. എന്താണ്? ടെസ്റ്റ് ട്യൂബിന് നല്ല ചൂട് അനുഭവപ്പെടുന്നു. ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹീറ്റ് ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് എലോങ് വിത്ത് ഹൈഡ്രജൻ, റൈറ്റ്? അതായത് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഹൈഡ്രജനോടൊപ്പം താപവും അല്ലെങ്കിൽ ചൂടുണ്ടാകുന്നുണ്ട്, ശരിയാണോ? യെസ്, ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതെ, താപം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അല്ലേ? വാട്ട് ആർ ദ റിയാക്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ, റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ അഭികാരകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? മാഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണല്ലേ ഇതിൻ്റെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് ആരൊക്കെ തമ്മിലാണോ പരീക്ഷിക്കുന്നത് അവരെയാണ് നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ പ്രൊഡക്റ്റ്? ഉൽപ്പന്നങ്ങൾ. അതായത് നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? മഗ്നീഷ്യം ക്ലോറൈഡും ആൻഡ് ഹൈഡ്രജനുമാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ശരി, ലെറ്റ് അസ് ഡു അനദർ ആക്ടിവിറ്റി. നമുക്കിനി മറ്റൊരു പ്രവർത്തനം ചെയ്യാം. ടേക്ക് ക്വിക്ക് ക്ലൈം ഇൻ എ സ്റ്റീൽ കപ്പ്, ആഡ് സം വാട്ടർ ഇൻ ടു ഇറ്റ്, ടച്ച് ദ കപ്പ് ആഫ്റ്റർ സം ടൈംസ്, വാട്ട് ഡു യു ഫീൽ? അതായത് ഒരു സ്റ്റീൽ കപ്പിൽ കുറച്ച് ചുണ്ണാമ്പ് കല്ല്, ക്വിക്ക് ക്ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ണാമ്പ് കല്ല് എന്നാണ് അർത്ഥം. ഈ ചുണ്ണാമ്പൊക്കെ ഉണ്ടാവില്ലേ, അത്. ഒരു സ്റ്റീൽ കപ്പിൽ കുറച്ച് ചുണ്ണാമ്പ് കല്ല് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് സമയത്തിന് ശേഷം കപ്പിൽ തൊട്ട് നോക്കൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ സ്റ്റീൽ കപ്പ് ബിക്കം വെരി ഹോട്ട്. അതായത് സ്റ്റീൽ കപ്പ് കടുപ്പമേറിയ ചൂടായിട്ട് മാറും, ഭയങ്കരമായിട്ട് ചൂടുണ്ടാവും സ്റ്റീൽ കപ്പിന്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന് കാരണം? ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ക്വിക്ക് ലൈം ആൻഡ് വാട്ടർ. അതായത് ചുണ്ണാമ്പുകല്ലും വെള്ളവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ താപം പുറത്തു വിടുന്നതാണ് ഇതിന് കാരണം. ഇനി നമുക്കിവിടെ പൂരിപ്പിക്കാൻ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ക്വിക്ക് ലൈം പ്ലസ് വാട്ടർ, പിന്നെന്താണ് ഒരു ഏരോ മാർക്ക് കൊടുത്തിട്ട് സ്ലേക്ക്ഡ് ലൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായ എന്നാണ് അർത്ഥം. പ്ലസ് എന്തായിരിക്കും? ഹീറ്റ് ആയിരിക്കും അല്ലേ, ചൂടാണ് അവിടെ അനുഭവപ്പെടുക. അപ്പോൾ അവിടെ നമുക്ക് ഹീറ്റ് എന്ന് എഴുതാം. ഇനി താഴെ ഒരു ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. If heat is liberated as a result of a chemical reaction, such reaction are known as exothermic reaction. അതായത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്തു വിടുകയാണെങ്കിൽ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ചൂടാണ്, ഹീറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? താപമോചക പ്രവർത്തനങ്ങൾ. അതിനെന്താ നമ്മൾ പറയുക? എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. താഴെ ലെറ്റ് us do another activity. നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടേക്ക് സം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റ് ഇറ്റ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് അതിനെ ചൂടാക്കുക. ഹോൾഡ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദിസ് ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഒബ്സർവ്? ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തുന്നൊരു ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, അത് കാണിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് നിരീക്ഷിക്കാൻ പറ്റും? ദ ഇൻസെൻസ് സ്റ്റിക്ക് ഫ്ലെയേഴ്സ് അപ്പ് ആൻഡ് ബേൺ ബ്രൈറ്റ്ലി. എന്താവും? ആ ഒരു ഇൻസെൻസ് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതായത് ആ ഒരു ചന്ദനത്തിരി കൂടുതൽ ശോഭയോടെ ആളി പടർന്ന് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും താഴെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഗ്യാസ് ഹെൽപ്സ് ഫ്ലെയറിംഗ് ദ ഇൻസെൻസ് സ്റ്റിക്ക്? ആ ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, ആ ഒരു ചന്ദനത്തിരി ആളിപ്പടർന്ന് കത്താൻ സഹായിച്ച വാതകം ഏതാണ്? ഓക്സിജൻ ആണല്ലേ. ഓക്സിജനാണ് ആ ഒരു വാതകം. നമ്മൾ കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ തന്നെയാവും അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾക്കിനി പേജ് നമ്പർ 59 നോക്കാം. ക്യാൻ യു ഗസസ്? നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ് ആൻഡ് പ്രൊഡ്യൂസസ് ഓക്സിജൻ ഗ്യാസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുക, അതായത് ഡീകമ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ വിഘടിക്കുക ചെയ്യുകയും ഓക്സിജൻ വാതകം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ടു ഡീകമ്പോസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യാൻ ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് ഇവിടെ ഉപയോഗിച്ചത്? വിഘടിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് ഇവിടെ ഉപയോഗിച്ചത്? ഏതാണ്? ഹീറ്റ് എനർജിയാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ, ചൂട്, താപോർജ്ജമാണ് ഇവിടെ ഉപയോഗിച്ചത്. യു ഹാവ് സീൻ ദാറ്റ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഓക്സിജൻ. ഉണ്ടായ ഉൽപ്പന്നത്തിൽ, അത് പ്രൊഡക്ട്സിൽ ഒന്ന് ഓക്സിജൻ ആണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ലെറ്റ് അസ് ഡു അനദർ ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്യാം. എന്തോരം പ്രവർത്തനങ്ങളാണല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ വാച്ച് ഗ്ലാസ്, ആഡ് സം ബേരിയം ഹൈഡ്രോക്സൈഡ് ഇൻ ടു ഇറ്റ് ആൻഡ് മിക്സ് വെൽ വിത്ത് എ ഗ്ലാഡ് റോഡ്. ടച്ച് ദ ബോട്ടം ഓഫ് ദ വാച്ച് ഗ്ലാസ്. അതായത് ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. ശേഷം വാച്ച് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് തൊട്ട് നോക്കൂ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു ഫീൽ ഇഫ് ഹീറ്റ് എനർജി അബ്സോർവ്ഡ് ഓർ ലിബറേറ്റഡ് ഹിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് തോന്നുന്നു? ഇവിടെ താപോർജ്ജം സ്വീകരിക്കപ്പെടുകയാണോ, അതായത് ഒബ്സർവ് ചെയ്യുകയാണോ, അതോ ലിബറേറ്റ് പുറത്തു വിടുകയാണോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ദ വാച്ച് ഗ്ലാസ് ഫീൽ വെരി കോൾഡ്. ഹീറ്റ്
എനർജി ഈസ് അബ്സോർബ്ഡ് ഹിയർ. അതായത് വാച്ച് ഗ്ലാസ്സിന് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു. ഇവിടെ താപോർജ്ജം സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി താഴെ ഒരു ബോക്സാണ് തന്നിട്ടുള്ളത്. ആ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇഫ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. അതായത് ഒരു രാസപ്രവർത്തനത്തിനിടയിൽ താപോർജ്ജം സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ, ആഗിരണം ചെയ്യുകയാണെങ്കിൽ അതിനെ താപശോഷക പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ശരി, ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സച്ച് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. മക്കളെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ്? എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും നൽകിയിട്ടുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ഏതൊക്കെയാണ്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപം പുറത്തേക്ക് വിടുന്നവരാണ് കേട്ടോ. താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് അതിൽ ഒന്നെന്താണ്? റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിൻ തമ്മിലുള്ള പ്രവർത്തനത്തിൽ താപം പുറത്ത് വിടുകയാണ് ചെയ്തത് അല്ലേ. പിന്നെ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാഗ്നീഷ്യം കഷ്ണവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലൊരു പ്രവർത്തനം ചെയ്തില്ലേ, അതിലും താപം പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. ശരി, അടുത്തത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് താപത്തെ സ്വീകരിക്കുക, താപത്തെ അവർ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിലെ ഒരു പോയിന്റ് എന്താണ്? ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടിക്കുമ്പോൾ എന്താ ഉണ്ടായത്? അവർ താപം സ്വീകരിച്ചിട്ടാണ് അത് വിഘടിച്ചത് അല്ലേ. റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം, അതും എന്താണ്? താപം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇനി ടെക്സ്റ്റ് ബുക്കിന് താഴത്തതാ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്താണ്? ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ ഒബ്സർവ്ഡ് ആർ നോ ആസ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇവിടെ പറയുന്നത് ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുക, അതായത് താപോർജ്ജത്തെ പുറത്തേക്ക് വിടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്താ പറയുക? താപരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു പുതിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേക്ക് സം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ ടു ഇറ്റ്. ഡിപ്പ് 2 pieces of cotton in the product formed. Cover one of them with black paper and keep the other one open. കീപ് ദം അസൈഡ് ഫോർ സം ടൈം. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് മക്കളെ, ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുക, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് 2 കഷ്ണം പഞ്ഞിയിൽ മുക്കിയെടുക്കുക. അതിലൊരു പഞ്ഞി കഷ്ണം കറുത്ത പേപ്പർ കൊണ്ട് മൂടുകയും മറ്റേത് തുറന്നു വെക്കുകയും ചെയ്യുക. കുറച്ച് സമയത്തേക്ക് അവ മാറ്റി വയ്ക്കുക, അത് തൊടണ്ട. അപ്പോൾ നിങ്ങളുടെ പിന്നീടുണ്ടായ ആ ഒരു നിരീക്ഷണം രേഖപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പേജ് നമ്പർ 60 നോക്കാം. എല്ലാവരും പേജ് നമ്പർ 60 എടുത്തേ. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പരീക്ഷണം ചെയ്തില്ലേ, ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സിൽവർ നൈട്രേറ്റ് ലൈൻ എടുത്തു, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലൈൻ ചേർത്തു, എന്നിട്ട് അതിലേക്ക് 2 പഞ്ഞി നമ്മൾ മുക്കി, എന്നിട്ട് അതിൽ ഒരു പഞ്ഞി നമ്മൾ കറുത്ത പേപ്പർ കൊണ്ട് മൂടി വെച്ചു, മറ്റേ നമ്മൾ തുറന്നു വെക്കുകയും ചെയ്തില്ലേ. ശരി, ഇനിയിപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നുണ്ട് വെച്ചെങ്കിൽ ആ ഒരു പഞ്ഞിക്കുണ്ടായ നിറവ്യത്യാസത്തിന് കാരണമായ ഊർജ്ജ രൂപം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ലൈറ്റ് എനർജിയാണ്, അതായത് പ്രകാശോർജ്ജം. ദ റിയാക്ടന്റ് സിൽവർ നൈട്രേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് റിയാക്ട് ടു ഫോം സിൽവർ ക്ലോറൈഡ്. ദിസ് സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസസ് ബൈ അബ്സോർബിംഗ് ലൈറ്റ് ടു ഫോം സിൽവർ. ദിസ് ഈസ് ദ റീസൺ ഫോർ ബ്ലാക്കനിങ് ഓഫ് ദ കോട്ടൺ വിച്ച് ഈസ് കെപ്റ്റ് ഓപ്പൺ. അപ്പോൾ ഇവിടുത്തെ തുറന്നു വെച്ചിട്ടുള്ള പഞ്ഞി കറുത്തു പോകാനുള്ള കാരണമാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ റിയാക്ടന്റ് ആയിട്ടുള്ള സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ചിട്ട് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ സിൽവർ ക്ലോറൈഡ് പ്രകാശം വലിച്ചെടുത്തുകൊണ്ട് വിഘടിച്ചിട്ട് പിന്നെ എന്തായിട്ട് മാറും? സിൽവർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തുറന്നു വെച്ച പഞ്ഞ് കറുത്തു പോവാൻ കാരണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, സിൽവർ പ്ലസ് ക്ലോറിൻ, സിൽവറും ക്ലോറിനും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുകയാണ്? സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറുകയാണ് അല്ലേ. അടുത്തൊരു ഹെഡിങ് വായിക്കാം, ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം. വിച്ച് റിയാക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇല്ലുസ്ട്രേഷൻ 4.2. അതായത് ചിത്രം 4.2 കണ്ടില്ലേ, അതുവഴി കാണിച്ചിരിക്കുന്നത് ഏത് പ്രവർത്തനത്തെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കാണിക്കുന്നത്. വാട്ട് ആർ ദ റിയാക്ടൻറ്റ് ഹിയർ? വാട്ട് ആർ ദ പ്രൊഡക്ട്സ്? അതായത് ഇവിടെയുള്ള അഭികാരകങ്ങൾ റിയാക്ടൻസ് ഏതൊക്കെയാണ്, അതുപോലെ പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ദ റിയാക്ടൻസ്, ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ആർ ദ പ്രൊഡക്ട്സ്. കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ അതുപോലെ തന്നെ വാട്ടറും ആണ് ഇവിടുത്തെ റിയാക്ടൻറ്റ്, ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഇവിടുത്തെ പ്രൊഡക്ട്സ് അല്ലേ. The glucose produced here is converted to starch and stored in different part of the plant. Photosynthesis is the process responsible for the existence of life on earth.
അതായത് ഇവിടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അതായത് ഗ്ലൂക്കോസ് അന്നജം, സ്ട്രെച്ച് നടച്ചെങ്കിൽ അന്നജം, അപ്പോൾ ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറുകയും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ കാരണമായ പ്രകാശ സംശ്ലേഷണം എന്നൊരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഇനി താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കപ്പെടുന്നത്? ഏതാണ്? ലൈറ്റ് എനർജി ആണ് അല്ലേ. ലൈറ്റ് എനർജി, സൺലൈറ്റ്, ലൈറ്റ് എനർജിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇനി ബോക്സിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇൻ ബോത്ത് റിയാക്ഷൻസ് വി ഡിസ്കസ്ഡ് എബോ ലൈറ്റ് എനർജി ഈസ് ഒബ്സർവ്ഡ്. അതായത് നമ്മൾ മുകളിൽ ചർച്ച ചെയ്ത രണ്ട് പ്രവർത്തനങ്ങളിലും സിൽവർ ക്ലോറൈഡ് വിഘടനത്തിന് പ്രകാശ സംശ്ലേഷണത്തിനും പ്രകാശം സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ശരി കുട്ടികളെ, നമുക്കിനി പേജ് നമ്പർ 61 നോക്കാം. ഡു യു നോ എനി റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ലൈറ്റ് എനർജി? പ്രകാശോർജ്ജം പുറത്തുവിടുന്ന ഏതെങ്കിലും രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം. ഏതാണ്? ബേണിംഗ് ഓഫ് എ മാഗ്നീഷ്യം റിബൺ. മാഗ്നീഷ്യം റിബൺ കത്തുന്നത്. ശരി. യു മൈറ്റ് ഹാവ് സീൻ ദ ലൈറ്റ് ഓഫ് ഫയർഫ്ലൈസ്. നിങ്ങൾ മിന്നാമിനുങ്ങുകളുടെ വെളിച്ചം കണ്ടിട്ടുണ്ടാകുമല്ലോ. ഹൗ ഡു ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ്? എങ്ങനെയാണ് മിന്നാമിനുകൾ വെളിച്ചം ഉണ്ടാക്കുന്നത്? ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ലൂസിഫറിൻ വിത്ത് ഓക്സിജൻ. അതായത് ലൂസിഫറിൻ എന്ന പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്നത് വഴിയാണ് അത് സംഭവിക്കുന്നത്. The chemical luciferin react with oxygen with the help of the enzyme luciferase present in the body of fireflies and emits visible lights. എന്താ പറയുന്നത്? മിന്നാമിനുകളുടെ ശരീരത്തിലുള്ള ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ലൂസിഫറിൻ എന്ന രാസപദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുകയും പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നു. ദിസ് ഫിനോമിനൻസ് ഈസ് നോൺ ആസ് ബയോലുമിനൻസൻസ്. ഈ പ്രതിഭാസത്തെ ജീവപ്രകാശം അല്ലെങ്കിൽ ബയോലുമിനൻസൻസ് എന്നാണ് വിളിക്കുന്നത്. ഫയർഫ്ലൈസ് ക്യാൻ കൺട്രോൾ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ എൻറ്ററിങ് ഇറ്റ്സ് ബോഡി ആൻഡ് ദെയർബൈ റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ്. മിന്നാമിനുങ്ങിന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കാനും അതുവഴി ഉണ്ടാകുന്ന വെളിച്ചത്തിന്റെ തീവ്രത ക്രമീകരിക്കാനും കഴിയും. സം സ്പീഷീസ് ഓഫ് മറൈൻ ഓർഗാനിസംസ് ആൻഡ് വോംസ് എക്സിബിറ്റ് ബയോലുമിനൻസൻസ്. അത് ചിലയിനം കടൽ ജീവികളും വിരകൾ വോംസുകളൊക്കെ ഇതുപോലെയുള്ള ബയോലുമിനൻസൻസ് കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദീസ് റിയാക്ഷൻസ് ലൈറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പ്രകാശോർജ്ജം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആർ നോ ആസ് ഫോട്ടോകെമിക്കൽസ് റിയാക്ഷൻ. അതായത് പ്രകാശോർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എന്താ നമ്മൾ പറയുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ബ്രൗൺ കളേഴ്സ് ബോട്ടിൽസ്. വാട്ട് കുഡ് ബി ദ റീസൺ? ചില മരുന്നുകൾ തവിട്ട് നിറമുള്ള കുപ്പികളിലാണ് സൂക്ഷിക്കുന്നത്. ഒരു ബ്രൗൺ കളറുള്ള കുപ്പികളിലൊക്കെ മരുന്ന് കണ്ടിട്ടില്ലേ? എന്തായിരിക്കും അതിന് കാരണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ടു പ്രിവെൻറ്റ് ഡീകമ്പോസിഷൻ ബൈ റിയാക്റ്റിംഗ് വിത്ത് ലൈറ്റ്. അതായത് പ്രകാശവുമായി പ്രവർത്തിച്ച് വിഘടിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അത്തരം കുപ്പികളിൽ ആക്കി വെക്കുന്നത്. സിൽവർ നൈട്രേറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. വൈ? അതായത് സിൽവർ നൈട്രേറ്റ് സുതാര്യമായി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലുകളിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഡീകമ്പോസസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. കാരണം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത് വിഘടിച്ചു പോകും, അതുകൊണ്ടാണല്ലേ. ഇനി താഴെ ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്തത് വായിക്കുക? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അതായത് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ വരികൾ ഓരോന്ന് വായിക്കാം. ലുക്ക് അറ്റ് ദ ഫിഗർ ഗിവൺ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ. ആർ യു ഫെമിലിയർ വിത്ത് ദീസ് ഒബ്ജക്ട്സ്? നിങ്ങൾക്ക് ഈ വസ്തുക്കൾ പരിചിതമാണോ? ദേ ആർ നോ എസ് ഡ്രൈ സെൽ. അവരെ എന്താ വിളിക്കുക? ഡ്രൈ സെല്ലുകൾ എന്നാണ് ഇവരെ പറയുന്നത്. വാട്ട് ഈസ് ദെയർ യൂസ്? ഇവയുടെ ഉപയോഗം എന്താണ്? ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. വാട്ട് ആർ ദ പാർട്ട് ഓഫ് എ ഡ്രൈ സെല്ല്? ഒരു ഡ്രൈ സെല്ലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻസുലേഷൻ, പുറംചട്ട, പിന്നെന്താണ്? അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്, പിന്നെ പോസിറ്റീവ് ടെർമിനൽസ്, കാർബൺ റോഡ്, പിന്നെ മഗ്നീഷ്യം ഡയോക്സൈഡ് പ്ലസ് കാർബൺ പൗഡർ, പിന്നെ സിങ്ക് കണ്ടെയ്നർ. അതിന് ബ്രാക്കറ്റിൽ നെഗറ്റീവ് ടെർമിനൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഇതിൻ്റെ ചിത്രം തന്നിട്ട് ചില ഭാഗങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് വരച്ച് പഠിക്കുക. വരച്ചിട്ട് ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുക.
ഇനി പേജ് നമ്പർ 62 നോക്കാം. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡ്രൈ സെൽ. ഒരു ഡ്രൈ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. ഇനി താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇൻ എ ഡ്രൈ സെൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഒരു ഡ്രൈ സെല്ലിൽ രാസോർജം വൈദ്യുതോർജമായി മാറ്റപ്പെടുന്നു. എന്താണ് രാസോർജം വൈദ്യുതോർജമായിട്ട് മാറ്റപ്പെടുന്നത്? അതായത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ലെറ്റ് us ഡു എൻ ആക്ടിവിറ്റി. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ടേക്ക് സം കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ in a beaker, add 3 or 4 drops of phenolphthalein into it, dip the end of copper wires connected to both the terminals of a battery into the solution. അതായത് മക്കളെ, ഒരു ബീക്കറിൽ അല്പം ഗാഢമായ ഉപ്പുലായനി എടുക്കുക. അതായത് നമ്മൾ ഉപ്പുലായനിക്ക് എന്താ പറയുക? സോഡിയം ക്ലോറൈഡ് എടുക്കുക. ഇതിലേക്ക് 3-4 തുള്ളി ഫെനോഫ്തലിൻ ചേർക്കുക. എന്നിട്ട് ഒരു ബാറ്ററിയുടെ 2 ടെർമിനലുകളിലേക്കും ഒരു ചെമ്പ് കമ്പി ഘടിപ്പിക്കുക. എന്നിട്ട് ആ ഘടിപ്പിച്ച ചെമ്പ് കമ്പിയുടെ അഗ്രങ്ങൾ ഈ ലായനിലേക്ക് ഇറക്കി വെക്കുക. ഫിഗർ 4.9 അതിൽ കാണുന്നത് പോലെ. ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? സൊല്യൂഷൻ ടേൺസ് പിങ്ക് അറൗണ്ട് ദ നെഗറ്റീവ് ടെർമിനൽ. അതായത് നെഗറ്റീവ് ടെർമിനലിന് ചുറ്റുമുള്ള ലായനി എന്ത് കളറായി? പിങ്ക് നിറമായി മാറുന്നു. വിച്ച് കോമ്പൗണ്ട്സ് പ്രസൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ പിങ്ക് കളർ? പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് ഏത് സംയുക്തത്തിൻ്റെ സാന്നിധ്യത്തെയാണെന്നാണ് ചോദിക്കുന്നത്. ഏത് സംയുക്തത്തിനെ, കോമ്പൗണ്ട്സിനെയാണ് സൂചിപ്പിക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരി. വെൻ സോഡിയം ക്ലോറൈഡ് അണ്ടർഗോ ഡിസോസിയേഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ് ആൻഡ് വൺ ഓഫ് ദ പ്രൊഡക്ട്സ് ദിസ് ടേൺ ദ സൊല്യൂഷൻ പിങ്ക്. അതായത് സോഡിയം ക്ലോറൈഡ് വിഘടനത്തിന് വിധേയമാകുമ്പോൾ ഉൽപ്പന്നങ്ങളിൽ ഒന്നായി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? സോഡിയം ക്ലോറൈഡ് വിഘടിക്കുമ്പോൾ എന്തായി മാറും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഇത് ലായനി എന്ത് നിറമാക്കും? പിങ്ക് നിറമാക്കുന്നു. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് റിയാക്ഷൻ? അതായത് ഈ രാസപ്രവർത്തനത്തിന് കാരണമായ എനർജി ഏതാണ്? ഏത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ ഈ ഒരു ഊർജ്ജമാറ്റത്തിന് കാരണം. ഇലക്ട്രിക്കൽ എനർജി. ശരി. ഹിയർ ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ രാസപ്രവർത്തനത്തിനായി വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യപ്പെടുകയാണ്, അതായത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ബോക്സിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. അതായത് വൈദ്യുതോർജ്ജം ആഗിരണം സ്വീകരിക്കുന്ന ഒരു പദാർത്ഥം വിഘടിക്കുന്ന പ്രക്രിയയെ എന്താ നമ്മൾ പറയുക? ഇലക്ട്രോളിസിസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് വിളിക്കുന്നു. ശരി. ഇഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ കണ്ടെയ്നിങ് എ സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഇറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് മക്കളെ, അല്പം ആസിഡ് ചേർത്ത വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുമെന്നാണ് പറയുന്നത്. ഹൈഡ്രജനും ഓക്സിജൻ. അപ്പോൾ വാട്ടറിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. വാട്ടർ ഡിസോസിയേറ്റ് ബൈ അബ്സോർവിങ് ഇലക്ട്രിക്കൽ എനർജി. അതായത് വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തുകൊണ്ടാണ് വെള്ളം വിഘടിക്കുന്നത്. ഹെൻസ് ഇറ്റ്സ് പ്രോസസ് ഈസ് ഇലക്ട്രോളിസിസ്. അതിനാൽ ഈ പ്രക്രിയയെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്നില്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയാം. മേ സച്ച് റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ബൈ അബ്സോർബിങ് ഇലക്ട്രിസിറ്റി. ഇതുപോലെ വൈദ്യുതി ആഗിരണം ചെയ്തുകൊണ്ട് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. How do you see gold coated ornaments, spoons and silver coated decorative materials? നിങ്ങൾ സ്വർണം പൂശിയ ആഭരണങ്ങളും സ്പൂണ്, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് വായിക്കാം. അപ്പോൾ പേജ് നമ്പർ 63 നോക്കാം. ഇനി പേജ് നമ്പർ 63 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഹൗ ആർ ദേ പ്രൊഡ്യൂസ്ഡ്? അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ലെറ്റ് us കോട്ട് കോപ്പർ ഓർ എൻ അയൺ ബാംഗിൾസ്. നമുക്ക് ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് കോപ്പർ പൂശി നോക്കാം. ചെക്ക് ദ ഡയഗ്രാം ഫിഗർ 4.10. അപ്പോൾ താഴത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കുട്ടികൾ ആദ്യം ആ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് ഒരു കോപ്പർ പ്ലേറ്റ്സ് ഇതുപോലെ ഒരു ലായനിയിലേക്ക് നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണേ അല്ലേ. പിന്നെ ആ ബാറ്ററിയുടെ നെഗറ്റീവ് വശത്തേക്ക് എന്താണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഒരു അയൺ ബാങ്കിളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇനി ആ ഒരു സൊല്യൂഷൻ, ആ ഒരു ലായനിയുടെ കളർ എന്താണ്? ഒരു ബ്ലൂ കളറാണല്ലേ. അപ്പോൾ ആ ലായനിയുടെ പേരെന്താണ്? അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ
ടെർമിനലാണ്. അപ്പോൾ മനസ്സിലായാലും ഇപ്പോൾ ഏകദേശം ഒരു ഉദാഹരണം മനസ്സിലായി. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് വശത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു കോപ്പർ പ്ലേറ്റ്സും അതുപോലെ തന്നെ ആ ബാറ്ററിയുടെ നെഗറ്റീവ് വശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു അയൺ ബാങ്കിലും തൂക്കിയിട്ടിരിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ ദ ബീക്കർ? അതായത് ഈ ബീക്കറിൽ എടുത്തിരിക്കുന്ന ലായനി ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണല്ലേ, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് ദ കോപ്പർ പ്ലേറ്റ്സ് കണക്റ്റഡ്? ബാറ്ററിയുടെ ഏത് ടെർമിനലിലേക്കാണ് കോപ്പർ പ്ലേറ്റ്സ് ഘടിപ്പിച്ചിരിക്കുന്നത്? ഏത് ടെർമിനലാണ്? പോസിറ്റീവ് ടെർമിനലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ബാംഗിൾസ്? വളയുടെ കാര്യത്തിൽ വള ഏത് ടെർമിനലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ നെഗറ്റീവ് ടെർമിനലാണ്. When the circuit is switched on, do you notice the red color of copper on the iron bangle? സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ഇരുമ്പ് വളയിൽ ചെമ്പിൻ്റെ ചുവപ്പ് നിറം പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യെസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ കാണിച്ചു തരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അയൺ ബാങ്കിൾ റെഡ് കളർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വിച്ച് മെറ്റൽ പ്ലേറ്റ്സ് ഷുഡ് ബി കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഇഫ് സിൽവർ ഈസ് ടു ബി കോട്ടഡ് ഇൻസ്റ്റീഡ് ഓഫ് കോപ്പർ? അതായത് ചെമ്പിന് പകരം വെള്ളി അല്ലെങ്കിൽ സിൽവർ ആണ് നിങ്ങൾക്ക് ആ ഒരു കളറാണ് വരേണ്ടത് വെച്ചെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഏത് ലോഹത്തകിടാണ് ഘടിപ്പിക്കേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? സിൽവർ പ്ലേറ്റ്സ് ആണ് അല്ലേ. പോസിറ്റീവ് വശത്ത് സിൽവർ പ്ലേറ്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അയൺ ബാംഗിൾസിന് എന്തിൻ്റെ കളർ വരും? സിൽവർ കളർ വരും. ശരി. ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. നിങ്ങൾക്ക് ഏത് മെറ്റലിൻ്റെ കളറാണോ നിങ്ങൾക്ക് ആവശ്യം, അപ്പോൾ ആ ആവശ്യമുള്ള ആ ഒരു കളറിൻ്റെ കാര്യം നിങ്ങൾ പോസിറ്റീവ് ടെർമിനലിൽ വേണം ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സൊല്യൂഷൻ ഓഫ് ദ സാൾട്ട് ഓഫ് ദ സെയിം മെറ്റൽസ് റിസോൾവ്ഡ് ഇൻ വാട്ടർ ഷുഡ് ആൾസോ ബി യൂസ്ഡ്. അതായത് നിങ്ങൾ പൂശാൻ ഉപയോഗിക്കുന്ന അതേ ലോഹത്തിൻ്റെ ലവണ ലായനി വേണം ബീക്കറിൻ്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇഫ് സിൽവർ ഈസ് ടു ബി കോട്ടഡ് ഓൺ അയൺ ബാങ്കിൾ, സിൽവർ പ്ലേറ്റ്സ് ഈസ് ടു ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് എ മിക്സ്ചർ ഓഫ് സിൽവർ സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആൾസോ ഈസ് ടു ബി യൂസ്ഡ്. അതായത് ഇരുമ്പ് വളയിൽ വെള്ളി പൂശണമെങ്കിൽ വെള്ളി തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും ലായനിയായിട്ട് സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിതവുമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ പേജ് നമ്പർ 64 കാര്യങ്ങളാണ് നോക്കുന്നത്. ഇഫ് ഗോൾഡ് ഈസ് ടു ബി കോട്ടഡ്, ഗോൾഡ് പ്ലേറ്റ്സ് ഈസ് ടു ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് മിക്സ്ചർ ഓഫ് ഗോൾഡ് സൈനൈഡ് ആൻഡ് സോഡിയം സൈനൈഡ് സൊല്യൂഷൻ ആൾസോ ടു ബി യൂസ്ഡ്. നിങ്ങൾക്ക് സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും ലായനിയായിട്ട് ഗോൾഡ് സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിതവുമാണ് ഉപയോഗിക്കേണ്ടത്. കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോയസ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇനിയിപ്പോൾ ആ ബോക്സിൽ എഴുതിയത് വായിച്ചില്ലേ? വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഒരു ലോഹത്തിൻ്റെ മേലെ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇനി ചെറിയൊരു ഹെഡിങ് കാണാം. ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ്, അതായത് ചെറുനാരങ്ങ കൊണ്ടുള്ള ഒരു ബാറ്ററി. അറേഞ്ച് സിങ്ക് ആൻഡ് കോപ്പർ നെയിൽസ് ഓൺ ലെമൺസ് ആസ് ഷോ ഇൻ ദ ഫിഗർ. കണക്ട് ദം വിത്ത് കോപ്പർ വയർ, ദെൻ കണക്ട് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ടു എൻ LED. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറുനാരങ്ങകളിൽ സിങ്ക് കോപ്പർ ആണികൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ക്രമീകരണത്തെ ഒരു LED ബൾബിലേക്ക് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിച്ച് എനർജി ഹാസ് കേസ്ഡ് ദ LED ഗ്ലോ? LED ഗ്ലോ ഏതാണ്? LED ബൾബ് കത്താൻ കാരണമായ ഊർജ്ജം ഏതാണ്? ഇലക്ട്രിക് എനർജി തന്നെയാണല്ലേ. ശരി, വൈദ്യുതോർജ്ജമാണ് ഉപയോഗിച്ചത്. വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിക് എനർജി? ഈ വൈദ്യുതോർജ്ജത്തിൻ്റെ ഉറവിടം ഏതാണ്? അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? കെമിക്കൽ റിയാക്ഷൻ ഇൻസൈഡ് ദ ലെമൺ, അതായത് ചെറുനാരങ്ങയ്ക്കുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണല്ലേ. ശരി. ഹിയർ ദ ആസിഡ് ഇൻ ദ ലെമൺ റിയാക്ട് വിത്ത് മെറ്റൽ ടു ബി പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി. അതായത് ഇവിടെ ചെറുനാരങ്ങയിലുള്ള ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച്, അതായത് ഇവിടെ ഇങ്ങനെ ആണി കുത്തിച്ചിട്ടില്ലേ. ശരി. അപ്പോൾ ചെറുനാരങ്ങയിലെ ആസിഡ് ആ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? ബോക്സിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് എൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുവെങ്കിൽ അത് വൈദ്യുത രാസപ്രവർത്തനമാണ്, അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും. ശരി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജീസ് ആർ ഒബ്സർവ്ഡ് ഓർ ലിബറേറ്റഡ് ഇൻ എവറി കെമിക്കൽ റിയാക്ഷൻ. Reaction are known by the major form
ഓഫ് എനർജി ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് റിയാക്ഷൻ. അതായത് എല്ലാ രാസപ്രവർത്തനങ്ങളിലും വ്യത്യസ്ത രൂപത്തിലുള്ള ഊർജം ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഒരു രാസപ്രവർത്തനത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന ഊർജ രൂപത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്. ശരി, നമുക്കിനി പേജ് നമ്പർ 65 നോക്കാം. പേജ് നമ്പർ 65 ആദ്യമേ ഒരു ബോക്സാണ് തന്നിരിക്കുന്നത്, ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എന്താണ് എഴുതിക്കുന്നത്? ഒന്നിൽ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് മേജർ എനർജി ചേഞ്ച്, അതായത് പ്രധാന ഊർജ്ജമാറ്റം എന്താണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിനുള്ള ഊർജ്ജമാറ്റം എന്താണെന്നുള്ളതാണ് അപ്പുറത്തെ ബോക്സിൽ തന്നിട്ടുള്ളത്. ശരി, ആദ്യം ബേണിംഗ് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ മേജർ എനർജി ചേഞ്ച് എന്താണ്? ലിബറേറ്റ് ഹീറ്റാണ്. അതായത് ഏതൊരു പദാർത്ഥവും കത്തുമ്പോൾ അവിടെ താപം പുറത്ത് വിടുന്നു അല്ലേ. അടുത്തത് ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓൺ ഹീറ്റ്, എന്താണ്? അബ്സോർബ് ഹീറ്റാണ്. അതായത് ചൂടാക്കുമ്പോൾ പദാർത്ഥങ്ങൾ വിഘടിക്കുന്നത് താപം ആഗിരണം ചെയ്യുന്നത്, താപം വലിച്ചെടുക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ അബ്സോർബ് ഹീറ്റ്. ഇത് ബയോമിനൻസസ്, അതിനെന്താണ്? ലിബറേറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മിന്നാമിനുങ്ങിൻ്റെ ഒക്കെ ജീവപ്രകാശം വഴി പ്രകാശമാണ് പുറത്ത് വിടുന്നത് അല്ലേ. പ്രകാശം വഴി എല്ലാവരൊക്കെ പ്രകാശം പുറത്ത് വിടുന്നത് മിന്നാമിനുങ്ങൊക്കെ. അടുത്തത് സെൽ മെയ്ഡ് അപ്പ് ഓൺ ലെമൺ, സെൽ മെയ്ഡ് അപ്പ് ഓഫ് ലെമൺ. അതെന്താ? ലിബറേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ തൊട്ട് മുകളിൽ ഇപ്പോൾ അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? നാരങ്ങ കൊണ്ടുള്ള സെല്ലിൽ നിന്ന് വൈദ്യുതോർജ്ജമാണ് പുറത്തേക്ക് വരുന്നത്. ലിബറേറ്റ് ഇലക്ട്രിക് എനർജിയാണ് ലെമൺ എന്നും വരുന്നത്. അടുത്ത് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിനെന്താ? അബ്സർവ് ഇലക്ട്രിക്കൽ എനർജി. ഉപ്പുവെള്ളത്തിൽ വൈദ്യുത വിശ്ലേഷണം നടത്താൻ നമ്മൾ അങ്ങോട്ട് കറൻറ്റ്, വൈദ്യുതി കൊടുക്കണം അല്ലേ. അതായത് അവിടെ ഊർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. വാട്ട് ചേഞ്ചസ് ഇൻ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓക്കർ ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കണികകളുടെ ക്രമീകരണത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോയിൽഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, സോയിൽഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, അതായത് ഖരം ദ്രാവകമായിട്ട് മാറുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഇൻക്രീസസ് ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻക്രീസസ്. അതായത് കണികകൾ തമ്മിലുള്ള അകലം കൂടുകയും ചലന സ്വാതന്ത്ര്യം കൂടുകയും ചെയ്യുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ലിക്വിഡ് ചേഞ്ച് ടു ഗ്യാസ്, ദ്രാവകം വാതകമായിട്ട് മാറുമ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർട്ടിക്കുലർ ഇൻക്രീസസ് വെരി മച്ച് ആൻഡ് അട്രാക്ഷൻ ബിക്കം വെരി ലോ. കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുകയും ആകർഷണം വളരെ കുറയുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, വാതകം ദ്രാവകമായിട്ട് മാറുമ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പർട്ടിക്കുലർ ഡിക്രീസസ് ആൻഡ് അട്രാക്ഷൻ ഇൻക്രീസസ്. അതായത് കണികകൾ തമ്മിലുള്ള അകലം കുറയുകയും ആകർഷണം കൂടുകയും ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് അബ്സർവ് ഡ്യൂറിംഗ് ദ ഗിവൺ റിയാക്ഷൻ. റൈറ്റ് ദ ടൈപ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻ. തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്ന പ്രധാന ഊർജ്ജ രൂപം ഏതാണ്? ഓരോ രാസപ്രവർത്തനത്തിൻ്റെയും തരം എഴുതുക. അതിൽ ABCD അങ്ങനെ ഈ വരെ എഴുതിയിട്ടുണ്ടല്ലേ. എ എന്താണ് എഴുതിയിരിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്. അത് അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിക്കുന്നത്. ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്, ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ. ആ താപോർജ്ജം ആഗിരണം ചെയ്യുകയും ഇതൊരു എൻഡോതെർമിക് റിയാക്ഷനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ് അത് നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി, കോട്ടിംഗ് ആൻ അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ, അതായത് ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു. അവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ്, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയാണ്. ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്, അതായത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സി എന്താ ചോദിക്കുന്നത്? ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ, മിന്നാമിനുങ്ങ് തിളങ്ങുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്, ഇറ്റ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പ്രകാശോർജ്ജമാണ് പുറത്തുവിടുന്നത്. ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, അതായത് പ്രകാശ രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡി എന്താണ് ചോദിക്കുന്നത്? ഡി ചോദിക്കുന്നത് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ എന്താ നടക്കുന്നത്? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്, ഇറ്റ് ഈസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് താപോർജ്ജം ആഗിരണം ചെയ്യുന്നു. ഇതൊരു താപ ആഗിരണ പ്രവർത്തനമാണ്. എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലൈറ്റിംഗ് ആൻഡ് LED യൂസിങ് ലെമൺ. നാരങ്ങ ഉപയോഗിച്ചിട്ട് LED ബൾബ് കത്തുന്നു. അവിടെ എന്താ? ഇലക്ട്രിക് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അവിടെ എന്താണ് നടക്കുന്ന? വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് സം ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്, ബ്രിങ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അതായത് നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റലുകൾ എടുത്ത് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, ഒരു ചന്ദനത്തിരി എന്തെങ്കിലും കൊണ്ടുവരിക. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുവട്ടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഇനി അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? എന്താണ് അതിൽ കാണുന്നത്? ദ ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ വിത്ത് എ ബ്രൈറ്റ് ഫ്ലെയിം. അതായത് ആ ഇൻസെൻസ് സ്റ്റിക്ക്, ആ ചന്ദനത്തിരി കൂടുതൽ പ്രകാശത്തോടെ കത്തുന്നതാണ് കാണുക. അതിൽ ബി എന്താണ് ചോദിക്കുന്നത്? വിച്ച് ഈസ് ദ ഗ്യാഷ്യസ് പ്രൊഡക്ട്സ് ഫോംഡ്. ഇവിടെ ഉണ്ടായ വാതക ഉൽപ്പന്നം ഏതാണ്? ഓക്സിജൻ ആണ്. കത്തുന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ശരി. അതിൽ സി എന്താണ്? വിച്ച് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഈസ് ദീസ്. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? ഏതാണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് താപ ആഗിരണ പ്രവർത്തനമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം, എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് ഡാർക്ക്നെസ് വെൻ ഇറ്റ്സ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. അതായത് സിൽവർ നൈട്രേറ്റ് ലായനിയിൽ മുക്കിയ ഒരു വെളുത്ത തുണി സൂര്യപ്രകാശത്ത് വെക്കുമ്പോൾ അത് കറുത്ത നിറമായി മാറുന്നു. ഇനി അതിൽ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വിച്ച് ഫോംസ് ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്. ഈ രാസമാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം ഏതാണ്? ലൈറ്റ് എനർജിയാണ് അവിടെ. ഊർജ്ജരൂപമല്ലേ? ലൈറ്റ് എനർജിയാണ്, സൺലൈറ്റ് ആണ് അവിടെ. ഓക്കെ. അതിൽ ബി എന്താണ്? വാട്ട് ഈസ് ദ ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ. ഇത്തരം പ്രവർത്തനങ്ങളുടെ പൊതുവായ പേര് എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ശരി. ഇനി 5ാമത്തെ ചോദ്യം എന്താണ്? സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് ന്യൂ സബ്സ്റ്റൻസ്. സോഡിയം ലോഹം വെള്ളവുമായി പ്രവർത്തിച്ച് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. ഇനി അതിൽ എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്? അതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. വിച്ച് ആർ ദ റിയാക്റ്റൻറ്റ് ഇൻ ദ റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? സോഡിയം ആൻഡ് വാട്ടർ ആണല്ലേ. ശരി. അതായത് സോഡിയം വെള്ളവുമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. വിച്ച് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ്. ഇവിടെ ഉണ്ടായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെന്താണ്? ഹൈഡ്രജൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി താഴെ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കളക്ട് ലിറ്റിൽ അമോണിയം പൗഡർ ആൻഡ് അയോഡിൻ പൗഡർ ഫ്രം ദ സയൻസ് ലാബ്. മിക്സ് ദം വെൽ. ആഡ് 2 or 3 drops of water ടു ദിസ് മിക്സ്ചർ. റൈറ്റ് ദ ഒബ്സർവേഷൻ. അതായത് സയൻസ് ലാബിൽ നിന്നും കുറച്ച് അലുമിനിയം പൗഡറും അയോഡിൻ പൗഡറും ശേഖരിക്കുക. അവ നന്നായി കൂട്ടി കലർത്തുക. ഈ മിശ്രിതത്തിലേക്ക് 2-3 തുള്ളി വെള്ളം ഒഴിക്കുക. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ? വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ പുകയോടുകൂട്ടി വലിയ രാസപ്രവർത്തനം നടക്കുകയും പിന്നെന്താ? പർപ്പിൾ നിറത്തിലുള്ള പുക ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. 2ാമത്തെ പ്രവർത്തനം എന്താണ്? മേക്ക് എ ഹീപ്പ് ഓഫ് അമോണിയം ട്രൈക്രോമേറ്റ് പൗഡർ ഓൺ എ ടൈൽ. മേക്ക് എ സ്മാൾ പിറ്റ് ഇൻ ഇറ്റ് ആൻഡ് ഇൻസേർട്ട് ദ കെമിക്കൽ കളക്റ്റഡ് ഫ്രം മാസ്റ്റിക്സ് ആൻഡ് ഇഗ്നൈറ്റ് ഇറ്റ്. റെക്കോർഡ് ദ ചേഞ്ചസ് യു സി. ഒരു ടൈലിന് മുകളിൽ അമോണിയം ട്രൈക്കോമേറ്റ് പൗഡർ ഒരു കുന്ന് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ നടുവിലൊരു ചെറിയ കുഴി ഉണ്ടാക്കി തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് ശേഖരിച്ച മരുന്ന് അതിൽ വെച്ച് തീ കൊടുക്കുക. നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ ശേഖരിക്കാനാണ് പറയുന്നത്. ഇത് കത്തിക്കുമ്പോൾ എന്താണ്ടാവുക? ഇത് കത്തിക്കുമ്പോൾ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന പോലെ പച്ച നിറത്തിലുള്ള പൊടി പുറത്തേക്ക് തെറിക്കുന്നത് കാണാം. ഇതിനെ നമ്മൾ എന്താ പറയുക? കെമിക്കൽ വോൾക്കാനോ എന്നാണ് ഇതിനെ പറയുക.